മനുഷ്യ വന്യമൃഗ പ്രശ്നത്തിൻ്റെ ഒരു വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മലയോരത്തുള്ളവർക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു നിർണായക നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പന്നിയെ കൊല്ലാനുള്ള അനുമതി പോലെ കൂടുതൽ വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി നമുക്ക് വേണം, അല്ലേ മിനിസ്റ്ററെ? ഇന്നലത്തെ മന്ത്രിസഭാ യോഗം താങ്കൾ പറഞ്ഞതുപോലെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കർഷക സമൂഹത്തിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ ഇത്രയും കാലം ശ്രമിച്ചത് കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ്. അത് പന്നി ഉൾപ്പെടെയുള്ള ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ. അപ്പോൾ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന നിലപാടുമായിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരള നിയമസഭ തന്നെ അതനുസരിച്ചുള്ള പ്രമേയം പാസ്സാക്കുകയും ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുകയും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തെങ്കിലും നിർഭാഗ്യവശാൽ ആ ഒരു ഭാഗത്ത് അവരുടെ ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മറ്റ് പോംവഴികൾ ആലോചിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതരായത്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലകളിലെ പര്യടന പരിപാടിയിൽ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഈ വന്യജീവി മനുഷ്യ സംഘർഷം മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ സംബന്ധിച്ചാണ്. അതേ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേരള ഗവൺമെൻറ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ ഈ കുരങ്ങുകളെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു ദേശീയ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരാണ് വന്നത്. അവരുടെ ശുപാർശ കിട്ടും. അപ്പോൾ അതേസമയത്ത് ഇനി ഇത് എങ്ങനെ പോകണം, നിയമപരമായി എന്തൊക്കെ നടപടികളാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത് സംബന്ധിച്ച ഒരു ചർച്ച AGയുമായി നടത്തി, ലോ സെക്രട്ടറിയുമായി നടത്തി പ്രപ്പോസൽ സമർപ്പിക്കാനാണ് വനംവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കേന്ദ്രം ഇതിനോടൊരു പോസിറ്റീവ് സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ പോലും നിയമനിർമ്മാണം നടത്തി നമ്മുടേതായ വഴിയിലേക്ക് പോകാനാണോ, അങ്ങനെയാണോ? രണ്ട് മാർഗമുണ്ട്. ഒന്ന്, കേന്ദ്രം അനുവാദം തന്നാൽ മതി. ഈ കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അനുവാദം തന്നാൽ, കാരണം ഉപദ്രവകാരികളായ മരങ്ങൾ നാട്ടിൻപുറത്ത് ഇറങ്ങി നിൽക്കുന്ന വന്യജീവികൾ, അതിനകത്ത് അപ്പുറത്തേക്കുള്ള ഒരു ആവശ്യം ഇല്ല. അതിന് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11ാം വകുപ്പിലെ ഉപവകുപ്പ് പ്രകാരമാണ് ഈ അനുവാദം കിട്ടിയിട്ടുള്ളത്. സെയിം അനുവാദം ഉപവകുപ്പിൽ ഇതും കൂടി അങ്ങ് കൂട്ടിച്ചേർത്താൽ അത് നമുക്ക് ഒരു അളവ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ നിയമത്തിൽ മാറ്റം വരുത്തലും താൽക്കാലികമായ അനുവാദം കിട്ടിയാലെങ്കിലും നമുക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. അതിന് കേന്ദ്രത്തെ സമീപിക്കുന്നതിനാവശ്യമായ 2 മാർഗ്ഗങ്ങൾ. ഒന്ന്, നിയമപരമായി എങ്ങനെയാണ് നേരിടാൻ കഴിയുക. 2, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് നടത്തുക. എന്തായാലും കർഷക സമൂഹത്തെ രക്ഷിക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കുമെന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഇപ്പം പന്നി ഒരു ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന ഒരു വന്യജീവിയാണ്. അതിന് ഏതാണ്ടൊരു സൊല്യൂഷൻ ഉണ്ട്. ബാക്കി ഏതൊക്കെ വന്യജീവികളാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്? ഇപ്പോൾ കുരങ്ങുകൾ നമ്മുടെ നാട്ടിൽ വലിയ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ മലയോര മേഖലയായിട്ട് ബന്ധപ്പെട്ട ജില്ലകളിൽ വളരെ ഗുരുതരമായ പ്രശ്നമുണ്ട്. പിന്നെ മുള്ളൻ പന്നി, ചില ഘട്ടങ്ങളിൽ കടുവ, ചില ഘട്ടങ്ങളിൽ പുലി തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വന്യജീവികളെ നേരിടാൻ നമുക്ക് കഴിയണം. അത് നരഭോജികളുടെ ഇനത്തിൽ പെടുത്തി വെടിവെക്കാനുള്ള കൈകാര്യം ചെയ്യാനുള്ള അത് എങ്ങനെ നേരിടണമെന്നൊക്കെ സ്റ്റേറ്റ് തീരുമാനിക്കണം. വെടിവെക്കാണോ വേണ്ടത്, അല്ലാതെയാണ് വന്നത്, അവിടുത്തെ ഗിവൺ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു അനുവാദം, ഒരു ഫ്ലെക്സിബിലിറ്റി കേന്ദ്രം, അതായത് ഏറ്റവും എൻഡെന്ന നിലയിൽ അതിനെ കൊലപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനമെന്ന നിലയിൽ മാത്രമായിരിക്കും അതെടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ മൃഗങ്ങളെ കൊല്ലുക എന്നല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം കർഷക സമൂഹത്തെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നാണ്. അതിലേക്ക് എത്താനുള്ള ഏതെല്ലാം മാർഗമുണ്ടോ ആ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുക എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ഇന്നലെ ക്യാബിനറ്റ് എടുത്തത്. ആനയും ഈ കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. എല്ലാവരും, ഞാൻ പറഞ്ഞത് ഇന്ന മൃഗം എന്നല്ല, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ അക്രമകാരികളായി പ്രവർത്തിക്കുന്ന മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളിൽ
ഇനിയിപ്പോൾ അവർക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ തരാം അതൊക്കെ പരമാവധി ഒരു അനുവാദം കിട്ടുക എന്നിടത്തേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകൾ ഇനി അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നിയമവിദഗ്ധന്മാരുടെയും മറ്റു തരത്തിലുള്ള വിദഗ്ധന്മാരുടെയും യോഗം വിളിച്ചു കൂട്ടി ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചർച്ചകൾക്ക് 1-2 ദിവസത്തിന് ശേഷം തന്നെ തീയതി നിശ്ചയിക്കുന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ത്വരിതഗതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം, പ്രത്യാശയോടെ ശ്രമിക്കാം. കേന്ദ്രം അവരുടെ കണ്ണ് തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം ഇതിൻ്റെ എണ്ണം കൂടുമ്പം സർക്കാരിൽ കുറച്ച് പൈസ ഒക്കെ അടച്ചിട്ട് നായാട്ട് നടത്താനുള്ള അനുമതിയും മറ്റും നൽകാറുണ്ട്. അല്ല, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പോലെ വന്യമൃഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അനുവാദം കിട്ടണം. വർദ്ധിപ്പിക്കാനല്ല, കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഇതിലേതായാലും നമുക്ക് എന്തെങ്കിലും ഒരു പിന്തുണ, ഒരു ആനുകൂല്യം, ഒരു അനുവാദം കേന്ദ്രത്തിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ കർഷകരോട് നീതി പുലർത്താൻ കഴിയൂ എന്നുള്ള അവസ്ഥ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇത്തരം നടപടിയായി മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് നിലവിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊലപ്പെടുത്താനുള്ള അനുമതി, ഉപാധികളോടെ അനുമതിയുണ്ട്. അതിനൊപ്പം മുള്ളൻ പന്നികൾ, ഒപ്പം കുരങ്ങുകൾ, കടുവ, ആന അടക്കമുള്ളവയ്ക്കു കൂടി അനുമതി വേണം എന്നതാണ് വനം വകുപ്പ് ആവശ്യപ്പെടാൻ പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.